പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു ഫലത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ധ്യാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് നന്മ. ദൈവം തൻ്റെ ആത്മാവിനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അയച്ചത് ആ മനുഷ്യനിലൂടെ ദൈവത്തിന് നന്മ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ദൈവമാണ് നന്മയുടെ ഉറവിടം. നന്മയുടെ ഉറവിടം ഒരിക്കലും മനുഷ്യനല്ല. നന്മയുടെ ഉറവിടം ദൈവമാണ്. അവിടുന്ന് നന്മ കൊണ്ട് നിറഞ്ഞവനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെയുള്ള നമ്മളൊരു ധ്യാന വിഷയമാക്കിയാൽ നന്മ ചെയ്യുന്ന ദൈവത്തെ നമുക്ക് ഇവിടെ കണ്ടുമുട്ടുവാൻ പറ്റും. തിന്മ ചെയ്തു ജീവിക്കുന്ന മനുഷ്യരിലേക്ക് പോലും അവിടുന്ന് നന്മ വർഷിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എത്ര മഹത്തായ വചനമാണ്! ഇന്ന് പലപ്പോഴും ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന ആ നന്മയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ധ്യാനിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവം നന്മയുടെ ഉറവിടമാകിയാൽ ആ ദൈവത്തിൻ്റെ നന്മ മറ്റൊരാളിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ നമ്മെപ്പോലെയുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമാണ്. ഒരു മനുഷ്യനെ ദൈവത്തിന് ആവശ്യമാണ്. ഓരോ മനുഷ്യനിലും ദൈവം വന്ന് വാസമുറപ്പിച്ചുകൊണ്ട് നന്മ തന്നെയാകുന്ന ദൈവം ആ നന്മ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, തിരുസഭയുടെ ആരംഭം മുതൽ ഇത് നോക്കിയാൽ, തിരുസഭയുടെ രൂപീകരണ സമയത്ത് പോലും ആ വിശ്വാസികൾ ഒരുമിച്ചുകൂടി അവരുടെ വസ്തുവകകളെല്ലാം പാപങ്ങൾക്ക് വിറ്റ് പങ്കുവയ്ക്കുന്ന ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവർ പങ്കുവച്ചത്, അതിന് മുൻകാലഘട്ടങ്ങളിലൊന്നും ആർക്കും പങ്കുവയ്ക്കുന്ന സ്വഭാവമില്ലായിരുന്നു. എല്ലാം പിടിച്ചെടുക്കുന്ന സ്വഭാവമായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആദിമസഭയിലെ മക്കൾ പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് മുന്നോടിയായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞത്: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കർത്താവ് കാരുണ്യവാനാണ്. ആ കർത്താവ് കൃപാനിധിയാണ്. സകല കൃപകളുടെയും ഉറവിടം കർത്താവാണ്. സകല നന്മകളുടെയും ഉറവിടവും കർത്താവാണ്. ആ കർത്താവിനെ സംബന്ധിച്ച് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ. പലപ്പോഴും ദൈവത്തെ പലരും ചിത്രീകരിക്കുന്ന വലിയ കോപിഷ്ഠനായിട്ടൊരു ദൈവമാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് കോപിഷ്ഠനായിരുന്നുവെങ്കിൽ നമ്മുടെ സമൂഹം, ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കൊള്ളക്കാരും കഴുത്തുവെട്ടികളും ഒന്നും ജീവിച്ചിരിക്കില്ലായിരുന്നു. കർത്താവ് കോപിക്കുന്നതിൽ വിമുഖനാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ മനുഷ്യൻ്റെ കഴുത്തറക്കുകയും കഴുത്ത് വെട്ടുകയും ബോംബ് വെക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ നേരെ കോപിക്കാതെ, അവരെ ഇല്ലായ്മ ചെയ്യാതെ, അവരെയും കൂടി അവരുടെ ആത്മാവിനെയും കൂടി രക്ഷിക്കണമെന്നുള്ള കർത്താവിൻ്റെ ദാഹം, ആ ദാഹത്തിൻ്റെ പൂർണ്ണത ദൈവത്തിലാണ്.
അതുകൊണ്ടാണ് ദൈവം നന്മയുടെ പൂർണ്ണതയാണ് എന്ന് പറയുവാൻ കാരണം. ഈ കഴുത്ത് വെട്ടുന്നവരെയും ബോംബ് വെക്കുന്നവരെയും ഒക്കെ അവരുടെ ആത്മാവിനെ നേടുവാൻ വേണ്ടി, ആത്മാവിനെ സാത്താൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം കർത്താവ് നന്മയുടെ ഉറവിടമാണ്. തന്നെയുമല്ല, കോപിക്കുന്നതിൽ വിമുഖനാണ്. കർത്താവ് ഈ പറയപ്പെട്ട ആരോടും കോപിക്കുന്നില്ല. കോപിക്കേണ്ട കർത്താവെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടാകുമോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടി പരിപാലിക്കുന്ന കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോപത്തോടു കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അഗ്നി വിഴുങ്ങിക്കളയില്ലേ മനുഷ്യനെ? അതുകൊണ്ടാണ് കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹിക്കുന്നതിലും വിശ്വസ്തതയിലും അത്യുദാരൻ. സ്നേഹിക്കുന്നതിൽ, പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ നന്മ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കുടികൊണ്ടാൽ മാത്രമേ ആ വ്യക്തിക്ക് മറ്റൊരാളെ സ്നേഹിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ ദൈവത്തിൻ്റെ നന്മ നമ്മളിലേക്ക് ഒഴുക്കുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് വിശ്വസ്തനാണ് ദൈവം. സ്നേഹിക്കുന്നതിലും അതുപോലെ തന്നെ വിശ്വസ്തതയിലും അത്യുദാരനാണ്. ആ അത്യുദാരനായ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് നന്മ ഒഴുക്കുവാൻ ആഗ്രഹിക്കുന്ന ആ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങാണ് നന്മയുടെ ഉറവിടം. ആ നന്മയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് നിറയ്ക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അവിടുന്ന് നന്മയുടെ ഉറവിടമാണല്ലോ. അവിടുന്ന് ഞങ്ങളിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ നന്മ ഞങ്ങളിലേക്കൊന്ന് ചൊരിയണമേ. ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും കൂട്ടായ്മയിലുമെല്ലാം നന്മ പ്രവർത്തിക്കുന്നവരായി ഞങ്ങൾ മാറ്റപ്പെടുവാൻ നന്മയാൽ നിറച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.